ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ കഴിയ. അതായത് ഞാൻ ഇന്നലെ ഒരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് കാലിന് സുഖമില്ല, കുറെ ദിവസമായിട്ട് കാല് നല്ലോണം വീങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ഡോക്ടറെല്ലാം കാണിച്ചിട്ട് വന്നത്. ഇപ്പൊ നമുക്ക് ഒട്ടും കാല് നിലത്ത് കുത്താൻ പറ്റാത്തൊരു ഇതിലാണുള്ളത്. ഇപ്പൊ ബാൻഡേജ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഈ കാലം വെച്ചിട്ട് അമ്മ തന്നെയാണ് വീട്ടിലത്തെ അടുക്കല് നനക്കല് തുടങ്ങിയ എല്ലാ പണികളും അമ്മ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും ഇത് ഞായറാഴ്ച അല്ലേ, അപ്പൊ നമുക്ക് രണ്ടാൾക്കും സ്കൂളില്ല. അപ്പൊ നമ്മ അമ്മയോട് പറഞ്ഞ നമ്മ തന്നെ നമ്മ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മ ചെയ്തുതരാൻ പറ. എന്നിട്ട് നമ്മ കുഞ്ഞൂസാണ് അടിച്ചു, മുറ്റടിച്ചു, പിന്നെ അലക്കി. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് രാവിലെ തന്നെ കുഞ്ഞൂസെല്ലാം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. വീട്ടിൻ്റെ അകത്തെല്ലാം അമ്മ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ അടുക്കള പുറമെല്ലാം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കാണാതെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കി. ഉപ്പുമാവാകുമ്പോൾ പിന്നെ അങ്ങനെ വേഗം ആവുമല്ലോ, അതുകൊണ്ട് നമ്മൾ അതാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് അമ്മ മാച്ചി എടുത്തിട്ട്, അതായത് ചൂലും എടുത്തിട്ട് പുറത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് കുഞ്ഞൂസ് പറഞ്ഞാൽ ഞാൻ അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓൻ വേഗം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ തുണി അലക്കാം, ഇത് ഓൻ ചെയ്തോട്ടുന്നിട്ട് ഞാനിത് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ മുറ്റെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ തുണി എടുത്തിട്ട് തുണി എടുത്തിട്ട് മുമ്പിൽ നടക്കുന്നുണ്ട്. ഞാൻ ബാക്കിൽ നടന്നു. എൻ്റെ ബാക്കിൽ അലക്കുന്ന കല്ലെല്ലാം കണ്ടിട്ട് മാസങ്ങളായി തോന്നുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വീട്ടിലാകുമ്പോൾ അധികം അമ്മ തന്നെയാണ് ചെയ്യൽ ഇങ്ങനത്തെ ഇതെല്ലാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇല്ല, അലക്കുന്ന കല്ലെല്ലാം ഞാൻ കുറേ ആയി കാണാത്ത. അങ്ങനെ തുണിയെല്ലാം കൂടി എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ തുണിയെല്ലാം ഓൻ്റെ കയ്യിൽ നിന്ന് കുറേയെല്ലാം താഴെ വീണു കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്തു വെച്ചിട്ട് അലക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ ഗൈസ്. തുടക്കത്തിൽ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ ഗൈസ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി. പക്ഷെ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓരോ തുണികൾ എൻ്റെ മൊത്തം ശക്തി എടുത്തിട്ട് കല്ലിൽ തല്ലി അലക്കാണ് കേട്ടോ ഗൈസ്. ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ പറഞ്ഞില്ല ബ്ലൈൻഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ അവിടെ. എന്നാലും ശനി ഞായർ നമുക്ക് ലീവാണല്ലോ. അപ്പോൾ നമുക്ക് ശനി ഞായർ മാത്രമേ ഡ്രസ്സെല്ലാം നല്ല കല്ലിൽ അലക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ശനി ഞായറും എല്ലാവരും ക്യൂ നിന്നിട്ട് അവരവരുടെ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് അങ്ങനെ കൊണ്ടുവെക്കും ഗൈസ്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ്സിലുള്ള ദിവസമായതുകൊണ്ട് നമുക്കങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും വാഷിംഗ് മെഷീനിലാണ് അലക്കൽ. അപ്പോൾ ലീവില്ല ദിവസമാണ് ഇങ്ങനെ കല്ലിൽ അലക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ ചെയ്യുന്ന പോലെ അത്ര വേഗം ചെയ്യാനും പറ്റൂല. ഇടയ്ക്കെല്ലാം അമ്മ എന്നോട് ലീവില്ല ദിവസം പറയലുണ്ട് തുണിയെല്ലാം പോയിട്ട് അലക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് എനിക്ക് നടുവേന എടുക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇത്രയെങ്കിലും ഞാനിപ്പോൾ ചെയ്തിട്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അമ്മയെല്ലാം എപ്പോഴും ഇത് ചെയ്യുന്നതല്ല, അമ്മക്കെല്ലാം എത്ര നടുവേദന എടുക്കുന്നു. നമ്മൾ ഒരു 9:45 കേട്ടോ ഗൈസ് അലക്കാൻ തുടങ്ങിയത്. പക്ഷേ ഓരോരോ കഥ പറഞ്ഞ് ഓരോ തുണിയും മെല്ലെ എടുത്തിട്ട് അലക്കുമ്പോഴത്തേക്ക് സമയം 10:30 കഴിഞ്ഞ് നമ്മൾ അലക്കിയിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അമ്മ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഓരോരോ തുണി എടുത്തിട്ട് അലക്കുന്നതിനെക്കാട്ടി എനിക്ക് വേഗം എടുത്തിട്ട്. അപ്പോൾ അമ്മയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇന്നൊന്നും ചെയ്യേണ്ടതില്ല, നമ്മ തന്നെ ചെയ്യാമെന്ന്. എല്ലാ കറിയെല്ലാം അമ്മ തന്നെ ഉണ്ടാക്കി കേട്ടോ. പക്ഷേ ഇതെല്ലാം നമ്മ തന്നെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ഉണ്ടാവലുണ്ട് നമുക്ക് തുണി അലക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് സ്കൂളും കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുമ്പോഴുന്ന ഡ്രസ്സൊന്നുമില്ല, വീട്ടിലിട്ട് ഡ്രസ്സ് മാത്രമേ ഉണ്ടായിട്ട് അലക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് വേഗം ചെയ്യാമല്ലോ. അങ്ങനെ അലക്കി ക്ഷീണമായിട്ടാകുമ്പോൾ ഞാൻ വീടിന് ഒറ്റയ്ക്ക് തന്നെ വർത്താനം പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ജോലി കിട്ടിയിട്ട് സാലറി കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ ആദ്യം ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നു. ഞാൻ ഇന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ രാവിലെ മൊത്തം ഞാൻ ഇരുന്നിട്ട് നോട്ടെല്ലാം എഴുതാനാണെങ്കിൽ നോട്ട് എഴുതും. അല്ലെങ്കിൽ ഞാൻ അധികം ഫോണിൽ എന്തെങ്കിലും കണ്ട് സമയം പോകുന്നതേ അറിയില്ല. വെറുതെ ഫോൺ നോക്കി കുറേ നെറ്റും തീരും, കുറേ ചാർജും തീരും, സമയം പോവാം. പിന്നെ ആ പ്രശ്നം ഉണ്ടായിട്ടാട്ടോ ഇന്ന് അധികം ഞാൻ ഫോൺ നോക്കിയിട്ടേ ഇല്ല.
വീഡിയോയുടെ ഇടയിലൊരു കാര്യം പറയാമെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. നമുക്കിപ്പോൾ 35K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇനി 50K ആയിട്ടാകുമ്പോൾ നമ്മൾ Q&A വീഡിയോ ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അതായത് പാട്ടിൻ്റെ വീഡിയോ ആണോ, അല്ല ഇതുപോലത്തെ വ്ളോഗ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തത് അങ്ങനത്തെ എല്ലാമാണോ, അതല്ല പാട്ട്, പിന്നെ ചെറിയ ചെറിയ ഷോർട്സ്, അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കലുണ്ട്. പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റിൻ്റെ പ്രശ്നം വല്ലാണ്ട് വരുന്നുണ്ട്. നെറ്റ് സ്ലോ ആയതുകൊണ്ട് വേഗം അപ്ലോഡ് ആവുന്നേ ഇല്ല ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പറയാം കേട്ടോ അങ്ങനത്തെ വീഡിയോ വേണമെന്ന്. അങ്ങനെ ഇത്രയും തുണികളെല്ലാം അലക്കി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഗൈസ്. ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ബക്കറ്റെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ആ ബക്കറ്റ് പൊന്തുന്നില്ല എന്നിട്ട് ഞാൻ എങ്ങനെയല്ലോ അത് പൊന്തിച്ചിട്ട് കൊണ്ടുവന്നു ഗൈസ്. ഞാൻ അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും കുഞ്ഞൂസ് തന്നെ എനിക്ക് ദേഷ്യം വരാൻ വേണ്ടി ഓൻ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തുണി അലക്കി പിന്നെ ആദ്യം ഒലുമ്പൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അലക്കുന്നവരെ നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. അലക്കിയിട്ട് വിരിച്ചിടാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഇതാ മഴ പിടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് വിരിച്ചിടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് കാണുന്ന ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ അലക്കിയിട്ട് വിരിച്ചിടുന്നതെന്ന്. പക്ഷെ ഞാനിത് വല്ലപ്പോഴും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ തുണികളെല്ലാം അലക്കി വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി കേട്ടോ ഗൈസ്. വിശപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശപ്പായിരുന്നു. അങ്ങനെ വേഗം അടുക്കളയിൽ പോയിട്ട് എന്താക്കി ഫ്രിഡ്ജിൽ നിന്ന് 2 മുട്ട എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനും കുഞ്ഞൂസും തന്നെ ഒറ്റക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മ തന്നെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. സത്യം പറയാലോ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ സ്റ്റൗവെല്ലാം കത്തിച്ചിട്ട് മുട്ട ഓംലെറ്റ് എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ അത് രണ്ടും എടുത്തിട്ട് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഗൈസ്. ആദ്യം വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്രിഡ്ജ് തുറന്നത്. അപ്പോൾ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അങ്ങനെയാണ് ഈ 2 മുട്ട എടുത്തിട്ട് വന്നത്. ഇത് എനിക്ക് പൊട്ടിച്ച് വലിയ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞൂസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഓനോട് പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓൻ 2 മുട്ടയും പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു. അന്നൊരു ദിവസം ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ കുറേ ആൾ എനിക്ക് നല്ല നല്ല കമൻറ്റെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ പിന്നെ എന്തോ ഒരു വ്ളോഗിൽ ഞാൻ ചെമ്മീൻ കറി എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഒരാൾ വെച്ചിട്ടുണ്ടായിരുന്നു കടലിൻ്റെ അടുത്താണ് വീട് എന്ന്. കടലിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ വീട്. എപ്പോഴും ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ ഓർമ്മ വരുന്നതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ മുട്ടയെല്ലാം പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് വാരിയിട്ടു. ഉപ്പിൻ്റെ അളവൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വാരിയിട്ടിട്ടാകുമ്പോൾ എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ വാരിയിട്ടപ്പോൾ കുറച്ച് അധികമാണെന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് അതിലിട്ടിട്ട് ബാക്കി സിങ്കിലേക്ക് കളഞ്ഞു. അങ്ങനെ ഉപ്പിട്ട ശേഷം കുറച്ച് കുരുമുളക് കൂടി ഇട്ടു. കുരുമുളകിൻ്റെ അളവ് എനിക്ക് എത്ര ഇടേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ചറവറ വാരി ഇടുന്നുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് കുരുമുളക് ഇട്ടു. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് കുഞ്ഞൂസ് ഇത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മുളക് പൊടി ഇട്ടിട്ടാണ് ഇതാക്കൽ, ഓംലെറ്റ് ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റിക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടാക്കാന്ന്. അവസാനം എന്താവുമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ അറിയുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഇത് നല്ല വാങ്ങൽ ഇളക്കിയ ശേഷം സ്റ്റൗവിലേക്ക് ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണ പരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഉപ്പും കുരുമുളകെല്ലാം ഇട്ട് മിക്സ് ചെയ്ത മുട്ട നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. അത് ഞാൻ ഒഴിക്കോ നീ ഒഴിക്കോ എന്നിട്ട് രണ്ടാളും പറഞ്ഞിട്ട് അവസാനം കുഞ്ഞൂസ് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഗൈസ് ദോശക്കല്ലിലേക്ക്. അങ്ങനെ ഞാൻ ആ പാത്രവും സ്പൂണെല്ലാം കഴുകി വെച്ചു. അങ്ങനെ നല്ല നമ്മൾ ഓംലെറ്റ് നല്ല
നന്നായിട്ട് വെന്തു ഗൈസ്. ഇത് മറച്ചിടാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇത് എടുത്ത് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഓംലേറ്റ് നമ്മൾ രണ്ടാളും കൂടി കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. കഴിച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭാഗത്ത് ഉപ്പ് കുറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓംലേറ്റ് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അത് സംതൃപ്തിയോടെ കഴിച്ചു ഗൈസ്. ഞങ്ങൾ രണ്ടാളും ഒരേ പ്ലേറ്റിൽ തന്നെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഈ ഓംലേറ്റ് കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് മാറാതെ വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ട് അതിൽ കുറേ മുളകും കുറേ വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചിട്ട് അതും കൂടി കഴിച്ചു ഗൈസ്. അപ്പം എനിക്ക് സന്തോഷമായി. കുറേ കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് മാറി. പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇത്രയും എടുത്തപ്പോൾ തന്നെ ഭയങ്കര ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.